എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഷേക്കാണ്. നാട്ടില് നല്ല ഉഷ്ണമാണ്, ഗൾഫില് ചൂടായി വരുന്നതേ ഉള്ളൂ എനിക്കറിയാം. അപ്പം നാട്ടിലുള്ളവർക്ക് ഇത്ര നല്ല ചൂട് താങ്ങാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഓരോ ദിവസം വെറൈറ്റി ആയിട്ടുള്ള ഷേക്ക് കാണിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഷേക്കുകള്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഷേക്ക്, ഒരു ദിവസം ഞാൻ വളരെ ടയേർഡായിട്ട് വരുന്ന സമയത്ത് സൽമാൻ എനിക്ക് ഉണ്ടാക്കി തന്നതാണ് ഈ ഷേക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഷേക്കിന് പേരിട്ടിരിക്കുന്നത് സൽമാൻ ഷേക്ക് എന്നാണ്. അപ്പൊ നമുക്ക് ഈ സൽമാൻ ഷേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് പോമഗ്രാനേറ്റ് ആണ്. ഈ പോമഗ്രാനേറ്റ് സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് ഇതിന്റെ അല്ലികൾ ഇളക്കിയെടുത്തിട്ട് വരാം. ആദ്യം നമ്മൾ ഇതിന്റെ ടോപ്പ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. കണ്ടോ, ഈ ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റണം. ഇപ്പം ഈ ഓരോ വരകൾ കണ്ടോ, ഈ വരകളിൽ കൂടെ നമ്മളൊന്ന് താത്തി താഴത്തേക്ക് കൊണ്ടുവരണം. എല്ലാവർക്കും ഈ മാതള ഇളക്കാനാണ് വലിയ ബുദ്ധിമുട്ട് തോന്നുന്നത്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതിങ്ങനെ തന്നെ അങ്ങ് തുറക്കാൻ പറ്റും. കണ്ടോ, അപ്പം എല്ലാവർക്കും അറിയാമായിരിക്കും ഇത്, എന്നാലും അറിഞ്ഞുകൂടാത്ത കുറേ പേര് നമ്മളുടെ ഇടയിലുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കാണിച്ചു തരുന്നത്. കണ്ടോ, ഇപ്പം ഇത് സെൻറ്ററിൽ തന്നെ ഇരിക്കുന്നുണ്ടോ, ഇതിനെ നമുക്ക് അതൊക്കെ അങ്ങ് റിമൂവ് ചെയ്താൽ മതി. കണ്ടോ, ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി ഇതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്കൊന്ന് ഇതുപോലെ ആക്കുമ്പോഴേക്ക് ഇളകി വരും. അതൊരു 5-6 മാത്രമേ അങ്ങനെ കാണത്തുള്ളൂ. ഇനിയിപ്പോൾ ഇത് ഇളക്കിയെടുക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഇതങ്ങ് ഉരുക്കിട്ടും. ചിലരിങ്ങനെ കമഴ്ത്തിയിട്ടിട്ട് ഇങ്ങനെ തട്ടിക്കൊടുക്കും, തട്ടുമ്പോൾ ഇളകി വരും. അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ കൈ കൊണ്ട് ഇതിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഇത് നല്ല സ്മൂത്തായിട്ട് ഇളകി വരും. കണ്ടോ, എന്ത് പെട്ടെന്ന് നമ്മളിത് ഇളക്കിയെടുത്ത്, ഇതിൽ ഒരു അല്ലി പോലും ഇല്ല. അതുപോലെ വേണം നമ്മൾ ഇത് ഇളക്കിയെടുക്കേണ്ടത്. ഇതൊരു ഫ്ലവർ പോലെ ഇരിക്കുന്നുണ്ടോ. അപ്പം നമുക്ക് ഇനി ഇരിക്കുന്ന മാതളമെല്ലാം ഇതുപോലെ ഇളക്കിയെടുക്കാം. ഈ പോമഗ്രാനേറ്റ് എല്ലാം ഞാനിവിടെ ഇളക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഷേക്ക് ആക്കുന്നതെന്ന് നോക്കാം. ഈ ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പോമഗ്രാനേറ്റ് എല്ലാം ഇളക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് പാലാണ്. ഈ പാല് ഞാൻ ഫ്രീസറിൽ വെച്ച് ഇതുപോലെ കട്ടിയാക്കി എടുത്തതാണ്. ഞാൻ ഇതിനു മുൻപ് ബൂസ്റ്റ് ഷേക്കും ഷാർജയൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതുപോലെ തന്നെയാണ് നമ്മൾ പാല് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്ത് എടുക്കേണ്ടത്. എങ്കിൽ മാത്രമേ ഷേക്ക് ശരിയാകത്തുള്ളൂ. പിന്നെ വേണ്ടത് ഐസ്ക്രീമാണ്. നാട്ടിലുള്ളവര് തിരഞ്ഞെടുക്കുമ്പോൾ ഈ പാക്കറ്റിന്റെ പുറത്ത് ഐസ്ക്രീം എന്ന് എഴുതിയിട്ടുണ്ടാവും. അല്ലാതുള്ള ബ്രാൻഡിലൊക്കെ ഫ്രോസൺ ഡെസേർട്ട് എന്നായിരിക്കും എഴുതിയിരിക്കുന്നത്. അത് നോക്കിയെടുത്താൽ മതി. ഇങ്ങനെ ഐസ്ക്രീം എന്ന് എഴുതിയിരിക്കുന്നതാണ് പ്യുവർ ആയിട്ടുള്ള ഐസ്ക്രീം. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് വെച്ചാല്, ഇത് പ്യുവർ മിൽക്കിലാണ് ഈ ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കുന്നത്. മറ്റേതില് ഓയിലും കൂടി ചേരും. അങ്ങനെയാണ് ആ ഫ്രോസൺ ഡെസേർട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. എപ്പോഴും ഐസ്ക്രീം തന്നെയാണ് നല്ലത്. ഐസ്ക്രീം എപ്പോഴും നല്ല ക്രീമി ആയിരിക്കും. അപ്പൊ നമ്മളത് മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഇതിന് പാകത്തിനുള്ള പഞ്ചസാരയും വേണം. പഞ്ചസാരയുടെ അളവ് കുറച്ച് മതി, കാരണം പോമഗ്രാനേറ്റിലും മധുരമുണ്ട്, ഐസ്ക്രീമിലും മധുരമുണ്ട്. അതുകൊണ്ട് പഞ്ചസാര കുറച്ച് എടുത്താൽ മതി. മിക്കവരും എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു മക്കൾ വാങ്ങിച്ചു തന്ന ഈ ബ്ലെൻഡർ കൊണ്ട് ജ്യൂസ് അടിക്കാനായിട്ട്. ഇന്നിപ്പം ഞാൻ ഈ ബ്ലെൻഡറിലാണ് ജ്യൂസ് അടിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഈ ബ്ലെൻഡർ തന്നെ വേണം എന്നൊന്നും ഒരു നിർബന്ധമില്ല. ഞാൻ ഇതിനു മുൻപ് കാണിച്ച് നമ്മുടെ സാധാരണ മിക്സിയിലോ അല്ലാതെ ചെറിയ ബ്ലെൻഡറിലോ ഒക്കെ നമുക്കിത് അടിച്ചെടുക്കാവുന്നതാണ്. ഈ പോമഗ്രാനേറ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഇതിലേക്ക് വെള്ളം ഒട്ടും ചേർക്കത്തില്ല. ഇനി ഇതിലേക്ക് ഈ കട്ടിയാക്കി വെച്ചിരിക്കുന്ന പാലിട്ട് കൊടുക്കാം. ഞാൻ ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പഞ്ചസാരയൊക്കെ നിങ്ങളുടെ മധുരത്തിന് ആവശ്യത്തിനുള്ളത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഐസ്ക്രീം ഞാനിവിടെ 2 സ്കൂപ്പ് ഇട്ട് കൊടുക്കാം. ഇതൊന്നും ഒരു പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിവിടെ ലോക്കാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടിച്ചെടുക്കാം. ഇത് ഡിജിറ്റൽ ബ്ലെൻഡറാണ്. പവർ ഓൺ ചെയ്യണം. കണ്ടോ, പവർ ഇവിടെ ഓൺ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാമെന്ന് തോന്നുന്നു. ഇതിൽ നമുക്ക് ജ്യൂസ്, സ്മൂത്തി, സോയാ മിൽക്ക്, പോറിഡ്ജ്, ഇതിൽ നമുക്ക് സൂപ്പും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്ലെൻഡറാണ് കേട്ടോ. ഇതൊന്ന് ഓൺ ആക്കി കൊടുത്താൽ മതി. ഇത് ടൈം കഴിയുമ്പോൾ
ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഇത് നിന്നോളും. കണ്ടോ, ടൈം ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്കിത് പുറത്തെടുക്കാം. ഇത് നമ്മൾ ഇനി പവർ ഓഫ് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഷേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. പോമഗ്രാനേറ്റ് ആയതുകൊണ്ടാണ് ഇത് ലൂസ് ഷേക്ക് ആയിട്ട് ഇരിക്കുന്നത്. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഗ്ലാസ് എടുത്തിട്ട് ഇതിലേക്ക് ഞാൻ ഓരോ സ്കൂപ്പ് ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വാനില ഐസ്ക്രീമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ ഷേക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് പോമഗ്രാനേറ്റ് ഇതിന്റെ മുകളിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. സൽമാൻ ഷേക്ക് ഇവിടെ തയ്യാറായി. ഇത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങളിൽ ചിലർക്കെങ്കിലും ഒരു സംശയം തോന്നിയിട്ടുണ്ടാവും, ഇത് നമ്മൾ അരിച്ചെടുക്കേണ്ടേന്ന്. ഇത് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ ഇതിന്റെ ലിങ്ക് ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമന്റ് ചെയ്യുവാനും മറക്കണ്ട. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയും ചെയ്യണം. ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇനി ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞുതരാം. കുടിക്കുന്ന നേരം നമ്മൾ സ്ട്രോ ഉണ്ട് ഇതുപോലൊന്ന് ഇളക്കിയിട്ട് വേണം കുടിക്കേണ്ടത്. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.